നമസ്കാരം. കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ഹൈക്കോടതി ഒരു സുപ്രധാനമായ വിധി പ്രഖ്യാപിച്ചു. ആ വിധി മറ്റൊന്നുമല്ല, ഇനി മുതൽ വഖഫ് സ്ഥാപനങ്ങൾക്കും വഖഫ് ബോർഡുകൾക്കും കോടതികളിൽ കേസ് നടത്തണമെങ്കിൽ കോടതി ഫീസ് ഒടുക്കണം. അങ്ങനെ ഒരു വിധി കേൾക്കുമ്പോൾ അപ്പോൾ ഇതുവരെ ഫീസ് ഒടുക്കാതെയാണോ ഈ വഖഫ് സ്ഥാപനങ്ങളും വഖഫ് ബോർഡുകളും കേസ് നടത്തിക്കൊണ്ടിരുന്നത് എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടി വരും. സംശയം വേണ്ട, അങ്ങനെ തന്നെയാണ്. ഓസിനാണ് ഇതുവരെയും കോടതികളിൽ ഇവർ കേസ് വാദിച്ചു കൊണ്ടിരുന്നത്. അതായത് വഖഫ് സ്ഥാപനങ്ങൾക്കും വഖഫ് ബോർഡിനും വ്യവഹാരങ്ങൾക്കായി കോടതിയിൽ ഫീസ് കെട്ടിവയ്ക്കേണ്ടതില്ല എന്ന വളരെ വിചിത്രമായ ഒരു നിയമം നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നു. ഹിന്ദു മതസ്ഥാപനങ്ങളും മറ്റു മതസ്ഥാപനങ്ങളുമെല്ലാമാണ് അവർക്ക് കോടതിയിൽ പോയി വ്യവഹാരം നടത്തേണ്ടി വരുമ്പോൾ കേസ് കൊടുത്ത് അല്ലെങ്കിൽ ഫീസ് കൊടുത്ത് കേസ് വാദിക്കുക. പക്ഷേ ഇവർക്ക് അങ്ങനെ ഒരു കാര്യം ആവശ്യമില്ല, ഫീസിൻ്റെ ആവശ്യമില്ല. ഇവരുടെ കോടതി വ്യവഹാരങ്ങൾ പൂർണ്ണമായും സൗജന്യമായിരുന്നു. ഇത് തീർത്തും വലിയൊരു അനീതിയാണ്. കാരണം മതേതര രാഷ്ട്രമാണ് ഭാരതം. എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്, നമ്മുടെ നിയമത്തിനുണ്ട്. പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം ഇത്തരത്തിൽ ഫീസ് ഇളവ് കൊടുക്കുന്നത്, നീതി നിർവഹണ മേഖലയിൽ തന്നെ ഫീസ് ഇളവ് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് ഗുജറാത്ത് സർക്കാർ ചോദ്യം ചെയ്തിരിക്കുന്നു ഹൈക്കോടതിയിൽ. ഈ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇത് നീതിയുക്തമല്ല എന്ന് കണ്ടെത്തുകയും വഖഫ് സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വഖഫ് ബോർഡുമെല്ലാം ഇത്തരത്തിൽ കേസ് നടത്തണമെങ്കിൽ കോടതി ഫീസ് നൽകിയിരിക്കണം ഇനി മുതൽ എന്ന ചരിത്ര പ്രസിദ്ധമായ വിധി ഗുജറാത്ത് ഹൈക്കോടതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വലിയൊരു കാലാകാലങ്ങളായി വർഷങ്ങളായി രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു വലിയ അനീതി ഗുജറാത്ത് സംസ്ഥാനത്തിലെങ്കിലും ഇല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഗുജറാത്ത് ഉപമുഖ്യമന്ത്രി ഹർഷ് സാംഘ്വി കഴിഞ്ഞ കുറേ നാളുകളായി നടത്തിയ പോരാട്ടങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ചരിത്ര വിധി ഹൈക്കോടതിയിൽ നിന്നും ഗുജറാത്ത് ഹൈക്കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ഗുജറാത്ത് ഹൈക്കോടതിയെ പിൻപറ്റി മറ്റ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഇത്തരത്തിൽ ഒരു വിധി സമ്പാദിക്കാനായി ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കേരള സർക്കാരിനെ പോലെയുള്ള സർക്കാരുകൾ എന്ത് ചെയ്യും ഇക്കാര്യത്തിൽ എന്നത് കണ്ടറിയേണ്ട കാര്യം കൂടിയാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.